നമ്മുടെ ഉർവശി ചേച്ചി സൂപ്പർ അഭിനയമാണ്, സൂപ്പർ അഭിനയം. അത് ആരും പറയും, ആരും കണ്ണടച്ച് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. സൂപ്പറായിട്ട് അഭിനയിക്കാൻ പറ്റിയ കേരളത്തിന്റെ മികവുള്ള നടികളിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന താരമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കോ അപ്പം തന്നെ പറയുന്ന പേരാണ് ഉർവശി. ഉർവശി ചേച്ചിയുടെ യഥാർത്ഥ പേര് കവിത രഞ്ജിനി എന്നാണ്. 1979 കതിർ മണ്ഡപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രത്തില് ജയഭാരതിയുടെ 10 വയസ്സുള്ള മകളായിട്ടാണ് ആദ്യമായിട്ട് ഉർവശി ചേച്ചി അഭിനയിച്ച് കടന്നു വന്നത്, സിനിമയിലേക്ക് കടന്നു വന്നത്. ഇപ്പോഴിതാ ഉർവശി ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ് സഹനടിയായിട്ട്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ അഭിനയത്തിനാണ് ഉർവശി ചേച്ചിക്ക് സഹനടി എന്ന് പറഞ്ഞിട്ടുള്ള ദേശീയ പുരസ്കാരം കൈവന്നിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന അവാർഡുകളുടെ പട്ടിക നോക്കിയാൽ ഉർവശി ചേച്ചി റെക്കോർഡ് ഇട്ട് നിൽക്കുകയാണ്. വേറെ ആരുമില്ല ആ റെക്കോർഡ് തകർക്കാനായിട്ട്. 6 അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. 6 അവാർഡ്. അടിപൊളിയല്ലേ? അതുപോലെ ദേശീയ പുരസ്കാരം 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ സംസ്ഥാന അവാർഡ് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഫിലിം ഫെയർ അവാർഡ് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അടിപൊളി അഭിനയമാണ്. ഉർവശി ചേച്ചീനെ എല്ലാം വേറെ സിനിമാ നടികൾ ഉണ്ടോ? ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ ഏത് വേഷവും സൂപ്പറായിട്ട് ചെയ്യാൻ ആ ചേച്ചിക്ക് സാധിക്കുന്നു. ആർക്ക്? ഉർവശി ചേച്ചിക്ക് സാധിക്കുന്നു. അതെന്താണ്? അത് കല എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ ഈ 71ാമത്തെ നാഷണൽ പുരസ്കാരം, ഈ 2023 നാഷണൽ പുരസ്കാരം ഉർവശി ചേച്ചിക്ക് കൊടുത്തപ്പോൾ ഉണ്ടല്ല, നല്ലതുപോലെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ദേശീയ പുരസ്കാരത്തിൽ സഹനടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ഉർവശി ചേച്ചിക്ക് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് ദേശീയ പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ തവണത്തെ ദേശീയ പുരസ്കാരത്തിൽ 1ാമത്തെ മികച്ച നടിയായിട്ട്, സൂപ്പർ നടിയായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത് റാണി മുഖർജിയെയാണ്. റാണി മുഖർജിയുടെ അഭിനയവും ഉർവശി ചേച്ചിയുടെ അഭിനയവും ഇവർ തട്ടിച്ചു നോക്കിയിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും കൂടി ഒരു മികച്ച നടി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അതിലൊക്കെ ലെവലായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുള്ളത് ഉർവശി ചേച്ചി തന്നെയാണ്. എന്നിട്ടും ഇവർ എന്തിന്റെ പേരിലാണാവോ റാണി മുഖർജിക്ക് അവാർഡ് കൊടുത്തിരിക്കുകയാണ്. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്ക് ഇവർ കൊടുത്തിട്ടുള്ളത് അവാർഡ്. ഈ തവണത്തെ നാഷണൽ പുരസ്കാരത്തിൽ വിക്രാന്ത് മാസിയെയും ഷാറുഖ് ഖാനെയും മികച്ച നടന്മാരായിട്ട് 2 പേരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരേ പുരസ്കാരത്തിന്, അതായത് മികച്ച നടനെന്നുള്ള ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് 2 പേരെ തിരഞ്ഞെടുത്തു. പക്ഷേ മികച്ച നടി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥാനത്തിലേക്ക് റാണി മുഖർജിനെ മാത്രമേ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ട് ഉർവശീനെ അതിലേക്ക് ചേർത്ത് വെച്ചില്ല? എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തൊന്ന് ഞങ്ങൾ ഇതിൽ കൊടുത്തേ എന്നൊന്ന് പറഞ്ഞേക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ആക്കി വെച്ചതുകൊണ്ട് സഹനടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ കൊണ്ടുപോയി ഇട്ടേക്കാണ്. ശരിക്കും പറഞ്ഞു ഉർവശി ചേച്ചി ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ചിത്രത്തിൽ ക്രിസ്റ്റോ ടോമി ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ് ഉള്ളൊഴുക്ക്. അതിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചതാണ്. അതിൽ അഭിനയത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന പുരസ്കാരം 2024 ഉർവശി ചേച്ചിക്ക് കിട്ടിയതാണ് നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന്. എന്നിട്ടാണ് ഈ നാഷണൽ പുരസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടും ആ അഭിനയത്തിന്റെ സാധ്യതകൾ ഒന്നും കാണാതെ ഇവരെന്തൊക്കെയോ മാനദണ്ഡം കണക്കിലെടുത്തുകൊണ്ട് സഹനടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിൽ കൊണ്ടുപോയി തള്ളിയിട്ട് റാണി മുഖർജിനെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല. നാഷണൽ പുരസ്കാരം എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് മാർക്കാണ് ഇവർ ഈ അവാർഡ് നിർണയത്തിൽ ഓരോ നടിമാർക്ക് വേണ്ടിയിട്ട് ഇവർ ഇട്ട് കൊടുക്കുന്ന മാർക്കുകളുടെ ഒരു ഘടന പോലും പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് തോന്നിയ പോലെ കൊടുക്കുകയാണ്. ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഞങ്ങൾ കുറച്ച് വിതരണം ചെയ്യുന്നു, വേണമെങ്കിൽ മേടിച്ചിട്ട് വെക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പായി മാറിയിരിക്കുന്നു. കോമഡി തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയില്ലേ, അല്ലു അർജുന് ഇതേപോലെ തന്നെ ദേശീയ പുരസ്കാരം കൊടുത്തതാണ്. ഒരു വക അഭിനയമല്ല അങ്ങേരുടെ. ആ പുഷ്പേല അഭിനയത്തിനാണ് നാഷണൽ പുരസ്കാരം കൊടുത്തത്. മറ്റാര് ശബ്ദിക്കുന്നതിനേക്കാൾ ഉച്ചത്തിലായിട്ട് ഉർവശി ചേച്ചി പറയുകയുണ്ടായി, ഈ പ്രശ്നത്തെയൊക്കെ ഇങ്ങനെ തുടർന്ന് ഇനി വരുന്ന നടന്മാർക്ക് ഇത് ഭയങ്കര ഒരു തൊല്ലയായിട്ട് മാറും. കാരണം അവർക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ എന്നെക്കാൾ ഉച്ചത്തിൽ ചോദിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ഇപ്പൊ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ പൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഉർവശി ചേച്ചി തുറന്ന് പറയുകയാണ്, സഹനടി എന്ന മാനദണ്ഡം എന്താണെന്ന് ക്ലിയർ ആയിട്ട് വ്യക്തമാക്കണമെന്നാണ് ജൂറി അംഗങ്ങളോട് ഉർവശി ചേച്ചി ചോദിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അന്വേഷിച്ച് ഇതിന്റെ അഭിപ്രായം ആരായണമെന്ന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള കേന്ദ്രമന്ത്രിയോടും കൂടി ഉർവശി ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുണ്ടായി. അത് സുരേഷ് ഗോപിയും കൂടി അന്വേഷിക്കട്ടെ, അവിടെയുള്ള ആളല്ലേ, അപ്പൊ അന്വേഷിച്ച കാര്യങ്ങൾ കൃത്യമാക്കട്ടെ. അവരുടെ സംവിധാനത്തിലൂടെ വന്നിട്ടുള്ള അവാർഡ് നിർണയമാണല്ലോ. അപ്പൊ ആ ഭരണസമിതിയിലെ അവാർഡ് നിർണയത്തിൽ വന്നിട്ടുള്ള പാളിച്ചകൾ എന്താണെന്നൊന്ന് കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാവും വിധത്തിൽ പറഞ്ഞു തന്നാൽ സഹായകരമായേനെ എന്നും കൂടി ഉർവശി ചേച്ചി കൂട്ടിച്ചേർക്കുകയാണ്.
ഈ നാട്ടുമുറങ്ങളിലൊക്കെ ക്ലബ്ബ് മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കമ്മിറ്റി ടീമിനെ അങ്ങനെ ഒന്ന് പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇങ്ങനെ പുറകിൽ നിന്ന് ഓരോരോ ചരട് വലികളൊക്കെ നടത്തൂലേ, അതേപോലത്തെ ഒരു പരിപാടിയായി മാറിയത്. അവരുടെ ടീം, അവരുടെ ആൾക്കാർ, അവർ അവാർഡ് കൊടുക്കുന്നു, മേടിച്ചോണ്ട് പൊക്കോ പൊക്കോ പൊക്കോ. ആ ഒരവസ്ഥ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഉർവശി ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ താരം, സിനിമാ നടി മലയാളത്തിന്റെ സ്വത്താണ്, മുത്താണ്, ഇന്ത്യയുടെ തന്നെ അഭിമാന താരമാണ്. അവർക്ക് ഇനി ഇതിനേക്കാൾ മികവുള്ള വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. കടിഞ്ഞൂൽ കല്യാണം, കഴകം, അതേപോലെ തന്നെ അച്ചുവിന്റെ അമ്മ, ഉള്ളൊഴുക്ക്, തലേണ മന്ത്രം, അങ്ങനെ പോകുന്ന സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ ഉർവശി ചേച്ചിയുടെ കൈകളിൽ ഭദ്രമായി നിലനിൽക്കുകയാണ്. അടിപൊളി അഭിനയം, സൂപ്പർ അഭിനയം അല്ലെ, നമുക്ക് ബോറടിക്കില്ല. പണ്ടത്തെ പടങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണും വെച്ചാൽ ഉർവശി ചേച്ചിയുടെ അഭിനയം വേറെ ലബൽ എന്ന് പറഞ്ഞ വേറെ ലബൽ. നമ്മൾ ഒരുപാട് സിനിമാ നടികൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരുടെയൊക്കെ അഭിനയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. പക്ഷെ ഉർവശി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ താരം, സിനിമാ നടി ചെയ്തു വെച്ചിട്ടുള്ള ആ വേഷങ്ങൾ ഉണ്ടല്ലോ, ആ അഭിനയ മുഹൂർത്തങ്ങൾ, ഉള്ളൊഴുക്കൊക്കെ കാണുമ്പോൾ ഉള്ളങ്ങോട്ട് കത്തിപ്പോക്കുകയാണ് വെച്ചാണ്, കത്തിപ്പോക്കുകയാണ്. അടിപൊളി അഭിനയം, സൂപ്പർ അഭിനയം. അപ്പൊ ഇതാണ് അവാർഡുകളുടെ കാര്യത്തിൽ റെക്കോർഡിട്ട ഉർവശി ചേച്ചിയോട് നാഷണൽ പുരസ്കാര സമിതി ചെയ്തു വെച്ചിട്ടുള്ള കാര്യം. സഹനടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിരീടം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തേക്കാണ്. ഈ വിഷയത്തിൽ എന്താണ് പ്രിയപ്പെട്ടവർക്കുള്ള അഭിപ്രായം എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.